നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വേണം. എനിക്ക് ചേരാത്തതിനെ എന്റെ തലയിൽ കെട്ടിവെച്ചത് ഡാഡിയാ. അന്നു മുതൽ എന്റെ ജീവിതം നശിച്ചു. ഞാൻ ഇങ്ങനെ ആയതിന്റെ കാരണക്കാരൻ എന്റെ ഡാഡി തന്നെയാ. ഇടയ്ക്കിടയ്ക്ക് ഞാനത് പറഞ്ഞ് കുത്തി നോവിക്കും. അപ്പൊ ഡാഡിയുടെ ഉള്ളിലൊരു സങ്കടം ഉണ്ടാവും. ആ വേദനയും സങ്കടവും കാണുമ്പോ എന്റെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാവും. എന്റെ ഉള്ളിലെ എരിയുന്ന തീ കുറച്ചൊന്ന് ശാന്തമാകാൻ എനിക്കത് മതി. മോക്ക് അത്രയ്ക്ക് ദേഷ്യാണോ ഡാഡിയോട്? നൂറല്ലേ? അതെ. പോകും. ശരി. എന്തായടാ, വീട് വിറ്റോ? എത്ര രൂപയ്ക്കാ വിറ്റേ? ഓ, അമ്മ എന്തറിഞ്ഞിട്ടേ ഈ പറയുന്നേ? ഈ വിക്കലും വാങ്ങലും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇറങ്ങിത്തിരിക്കുമ്പോഴേ അതിന്റെ പ്രയാസം മനസ്സിലാവും. അപ്പൊ വിറ്റില്ല അല്ലേ? ഇല്ലമ്മേ. ആ. ഒന്ന് രണ്ട് ബ്രോക്കർമാര് ചില ആൾക്കാരെ കൊണ്ടുവന്നു. പക്ഷെ അവരെല്ലാം വളരെ വില താത്തിയാ പറയുന്നേ. യഥാർത്ഥത്തിൽ കിട്ടേണ്ട വിലയുടെ പകുതി പോലും അവരാരും പറയുന്നില്ല. നമ്മൾ അത്യാവശ്യക്കാരാണെന്ന് അവർക്ക് മനസ്സിലായി കാണും. അങ്ങനെ ഇപ്പോ വില കുറച്ച് വിൽക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കാര്യം നടക്കണ്ടേ? ഇനിയിപ്പൊ കുറച്ച് വില കുറഞ്ഞാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റുതൊളിച്ച് കാര്യം നടത്താൻ നോക്ക്. അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഒരു മനുഷ്യന്റെ ജീവിതകാലം മുഴുവനുള്ള അധ്വാനമാണ് അമ്മ വളരെ ഈസി ആയിട്ട് അങ്ങ് വിറ്റ് തുളയ്ക്കാൻ പറയുന്നത്. നമ്മുടെ ഈ വീട് വിൽക്കാനായിരുന്നെങ്കിൽ അമ്മ എങ്ങനെ പറയുമായിരുന്നു? ഈ വീട് വിൽക്കുന്ന കാര്യം ഒന്ന് സംസാരിച്ചപ്പോ തന്നെ അമ്മ എതിർപ്പ് പറഞ്ഞില്ലേ? എന്നിട്ട് മറ്റുള്ളവരുടെ വീട് കിട്ടുന്ന വിലക്ക് വിറ്റോളാൻ ഉപദേശവും. കാര്യം നടക്കണമെങ്കിലേ അങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ. നീ ഒന്നുകൂടി ശ്രമിച്ചു നോക്ക്, നല്ല വിലക്ക് വിൽക്കാൻ പറ്റും. നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? പത്രത്തിലൊരു പരസ്യവും കൊടുത്ത് ആളുകളും വന്ന് കച്ചവടം നടന്നു തന്നെ. ഇതൊന്നും എളുപ്പം നടക്കുന്ന കാര്യമല്ലെന്നേ. ഈ ബ്രോക്കർമാരാ ഏറ്റവും വലിയ പ്രശ്നം. ഒരു വസ്തുവിന്റെ വില കൂട്ടുന്നതും കുറയ്ക്കുന്നതും അവര് തന്നെ. അവര് വിചാരിക്കാതെ ഒരു കാര്യം നടക്കത്തില്ല. അച്ഛാ, ഞാനൊരു വഴി പറയാം. എന്തു വഴി? വീട് വിൽക്കുന്ന കാര്യം അച്ഛൻ ശരത്തേട്ടനൊന്ന് ഏൽപ്പിച്ചു നോക്ക്. ശരത്തേട്ടൻ അത് പെട്ടെന്ന് വിറ്റുതരും. ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് ശരത്തേട്ടന്റെ കയ്യില്. ശരി, അവൻ മിടുക്കനാ. നീ അവനെ ഒന്ന് വിളിക്കും മനോഹര. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൊക്കെ ശരത്തേട്ടന് നല്ല പിടിപാടാ. എത്ര വിൽക്കാത്ത വീടും ശരത്തേട്ടൻ വിറ്റുതരും. സത്യം പറഞ്ഞ ആ വീട് വിൽക്കുന്ന കാര്യം ആലോചിക്കുമ്പോ തന്നെ മനസ്സിനൊരു പെടച്ചില്ല. അല്ലാതെ വേറെ വഴിയില്ലല്ലോ മനോഹരേട്ട. ഇങ്ങനെയൊക്കെ ചിന്തിച്ച കാര്യം നടക്കോ? സ്വന്തം ഭർത്താവിന് വേണ്ടിയല്ലേ അവളത് വിൽക്കാൻ പറഞ്ഞത്? അവളുടെ ആഗ്രഹം നമ്മൾ നടത്തി കൊടുക്കണ്ടേ? അതിലെന്താ തെറ്റ്? അത് ശരിയാ. അന്യന്റേതാവുമ്പോ മനസാക്ഷി കുത്തിന്റെ ആവശ്യമില്ല അല്ലേ? നിന്റെ പറച്ചില് കേട്ടാ തോന്നും അത് വിൽക്കാൻ ഞാനാ സമ്മതിക്കാത്തതെന്ന്. എടാ, ഭർത്താക്കന്മാർക്ക് വേണ്ടി ചിലപ്പോ ഭാര്യമാര് സ്വർണവും പണവും വീടും ഒക്കെ വിൽക്കും. ഇതിപ്പോ അവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയല്ലേ, അല്ലാതെ നമ്മൾ അതിൽ നിന്നൊന്നും എടുക്കാൻ പോകുന്നില്ലല്ലോ. ഇതൊക്കെ അവളുടെ കടമയാണെന്ന് അവൾക്ക് അറിയാം. അപ്പോ കൊച്ചുമോന്റെ ജീവൻ രക്ഷിക്കാൻ അമ്മയ്ക്ക് ഒരു കടമയില്ലല്ലേ? അതുകൊണ്ടാണോ അമ്മ ഈ വീട് വിൽക്കാൻ സമ്മതിക്കായിരുന്നേ? ഏത് വീട് വിറ്റാലും കാര്യം നടന്നാ പോരെ? അതിനിപ്പോ അവളുടെ വീട് നമ്മുടെ വീടെന്നൊക്കെ ഉണ്ടോ? എടാ, വെറുതെ കിടക്കുന്ന വീടല്ലേ? അവിടെ കിടന്ന് കാടി കയറി നശിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ അങ്ങ് വിൽക്കുന്നതാ. അല്ലെങ്കിൽ തന്നെ ഏട്ടത്തിക്ക് എന്തിനാ വേറെ വീട്? ഏട്ടത്തിനെ താമസിക്കാൻ പോകുന്നത് ഇവിടെയല്ലേ? നമ്മൾ ഇങ്ങനെ പറഞ്ഞ് വഴക്ക് കൂടിയിട്ട് എന്താ കാര്യം? അവനവന്റെ കാര്യത്തോട് അടുക്കുമ്പോ
എല്ലാവർക്കും വിഷമമുണ്ട് പാർവതി. മറ്റുള്ളവരുടെ നഷ്ടമൊന്നും നമ്മുടെ നഷ്ടമല്ലല്ലോ, അല്ലേ അമ്മേ? ഇതിപ്പോ ആരും ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇതൊക്കെ അവനും അവളും കൂടിയൊക്കെ വരുത്തി വെച്ച വിധിയാ. അതിന് അവളുടെ വീട് വെക്കുന്നത് തന്നെയാ നല്ലത്. അല്ല മോളെ, ഞാൻ പറഞ്ഞതല്ലേ ശരി? ഇക്കാര്യത്തിൽ ഞാൻ മുത്തശ്ശിയുടെ കൂടെ തന്നെയാ. ആ ആഹാ, ഇത് കൊള്ളാം. കൂട്ടിരിക്കുന്ന നല്ല ആളാ. പെയിനിപ്പോ എങ്ങനെയുണ്ട്? ഇടയ്ക്ക് കുത്തി വലിക്കുന്ന പോലെ തോന്നും സർ. പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. ആ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ സർ? ഡോക്ടർ ജോൺ മാത്യു വിളിച്ചു. അദ്ദേഹം മറ്റന്നാൾ സ്ഥലത്തെത്തും. 10 മിനിറ്റേ ആയുള്ളൂ അദ്ദേഹം വിളിച്ചിട്ട്. അത് പറയാനാ ഞാനിങ്ങോട്ട് വന്നത്. ജീവിക്കാനിപ്പോ വല്ലാത്ത കൊതി തോന്നും സർ. എല്ലാം ശരിയാവും. സമാധാനമായിട്ടിരിക്കും. സ്വാമിയോട് ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞല്ലേ? ഞാനിപ്പോ പോയാലും പോയില്ലെങ്കിൽ ഒക്കെ കണക്കാ. ഇവിടെ ആവുമ്പോ കുറച്ച് ആളുകളെങ്കിലും കാണാലോ. ആ കുട്ടിയുടെ കാര്യം കുറച്ച് കഷ്ടാ. ആ ദേവികയുടെ ഏത് നിമിഷവും അവള് സുധിക്ക് കാവലിരിക്കും. നല്ല ആത്മവിശ്വാസമുള്ള പെണ്ണാ ദേവിക. സുധിയോടുള്ള ദേവികയുടെ സ്നേഹം കാണുമ്പോഴാണ് എനിക്ക് അക്ഷര മേഡത്തിനോട് ദേഷ്യം തോന്നുന്നത്. എന്റെ ലൈഫിലുണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾക്കൊന്നും അക്ഷരയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അക്ഷര എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിനൊക്കെ അവൾക്ക് അവളുടേതായ ന്യായങ്ങളും കാരണങ്ങളും ഉണ്ട്. ഇത് കൊള്ളാം. ഡോക്ടർ ഇപ്പൊ മേഡത്തിനെ ന്യായീകരിക്കുകയാണ്. അല്ല, നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാ മറ്റുള്ളവരെ നമുക്ക് ശരിക്കും മനസ്സിലാവാത്തത്. അവൾക്കിഷ്ടമല്ലാതെ അവളുടെ ജീവിതത്തിലേക്ക് കയറി വന്ന ആളാ ഞാൻ. അതും അവളുടെ ഡാഡിയുടെ നിർബന്ധം കൊണ്ട് മാത്രം. പിന്നെ എങ്ങനെ അവൾ എന്നെ സ്നേഹിക്കും? വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു. അവളുടെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു അന്യൻ തന്നെയാ. ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരേയൊരു പാലം സുധിമോള. എന്നെ വെറുത്ത് അവൾ എൻ്റെ മോളെയും വെറുത്തു. സ്വന്തം കുഞ്ഞിനെ പോലും സ്നേഹിക്കാൻ അവൾക്കാവുന്നില്ല. സത്യത്തിൽ അതൊരു സൈക്കിക് പ്രോബ്ലം എന്ന് പറഞ്ഞ മാഡത്തിന് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്നാണ്. അതങ്ങനെ വലിയ രോഗമൊന്നുമല്ല. എന്നാൽ അതിന് നല്ലൊരു കൗൺസിലിംഗ് വേണം താനും. ഇക്കാര്യം അവളോട് ആര് പറയും? പറഞ്ഞാൽ തന്നെ അവളത് അംഗീകരിക്കോ? അപ്പൊ പിന്നെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എപ്പോഴെങ്കിലും സ്വയം അവളത് മനസ്സിലാക്കണം. പിന്നെ എങ്ങനെ മുന്നോട്ട് പോയാലോ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവൂ? അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ആലോചിക്കാറേയില്ല. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാ ഞാൻ. അക്ഷരയോ സമൂഹത്തിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയ ഒരു ഫാമിലി. അതും ജയശങ്കർ സാറിനെ പോലെ ഒരാളുടെ മകളായി ജനിച്ചു. ആഗ്രഹിക്കുന്ന എന്തും കിട്ടുന്ന ജീവിതം. പക്ഷെ എന്നിട്ടും ജീവിതത്തിൽ ഒരാളെ ഭർത്താവായി സ്വീകരിക്കേണ്ടി വന്നപ്പോൾ അവൾക്കിഷ്ടമില്ലാത്ത ഒരാളെ സ്വീകരിക്കേണ്ടതായി വന്നു. ഡാഡിയുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ആ മുറിവുകളൊന്നും അവളുടെ മനസ്സിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. അവൾക്ക് പിന്നെ എന്നോട് ഇങ്ങനെയല്ലാതെ എങ്ങനെ പെരുമാറാൻ കഴിയും? ഡോക്ടർ എത്രയൊക്കെ ദ്രോഹിച്ചിട്ടും
ഒരു ദേഷ്യമില്ല. ഒരിക്കലുമില്ല. സത്യം ചിലപ്പോഴെങ്കിലും നമ്മളെ വേദനിപ്പിക്കുന്ന അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ.